മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുമ്പോഴും നിസ്സംഗത പുലർത്തുന്ന സർക്കാർ സമീപനത്തിനെതിരെ സമരം ശക്തമാക്കാൻ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ തീരുമാനം. സമരസമിതിയുടെ അടിയന്തര യോഗം ഇന്ന് വൈകിട്ട് ചപ്പാത്തിൽ ചേരും. വിഷയത്തിൽ സുപ്രീം കോടതിയോ കേന്ദ്ര ജല കമ്മീഷനോ അടിയന്തരമായി ഇടപെടണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 138.2 അടിയായി ഉയർന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം കൂടുതൽ ശക്തമാക്കാൻ സമരസമിതി തീരുമാനിച്ചത്. ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗം സമരപരിപാടികൾക്ക് രൂപം നൽകും. ജലനിരപ്പ് 139 സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. അപകടകരമായ സ്ഥിതിയിലെത്തിയിട്ടും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാനോ സുരക്ഷാ ക്രമീകരണം ഒരുക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. ജലനിരപ്പ് 38 എത്തിയിരിക്കുന്നു. തീരദേശത്തുള്ള ജനങ്ങൾ ഭയപ്പാടിലാണ്, ആശങ്കയിലാണ്. സാധാരണ 36 അടിക്ക് മുകളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കോലാഹലങ്ങളൊക്കെ ഇവിടെ ഒഴിഞ്ഞിരിക്കുന്നു. അരങ്ങുണർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിൽ നിസ്സംഗ മനോഭാവത്താണ് ഇതിനെ കാണുന്നത്. അധികാരികളുടെ തികഞ്ഞ അലംഭാവമാണ് എന്നുള്ളത് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ അടിവരയിട്ട് പറയുകയാണ്. നേരത്തെ ജലനിരപ്പ് 132 അടിയാവുമ്പോൾ തന്നെ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നു. ഇത്തവണ അതുണ്ടായില്ല. വിഷയത്തിൽ സുപ്രീം കോടതിയോ കേന്ദ്ര ജല കമ്മീഷനോ അടിയന്തരമായി ഇടപെടണമെന്ന് സമരസമിതി ആവശ്യപ്പെടുന്നു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ സമരസമിതി നേതാക്കൾ മേൽനോട്ട സമിതിയിലെ കേരളത്തിന്റെ പ്രതിനിധി വി ജെ കുര്യനുമായി ചർച്ച നടത്തിയിരുന്നു. റിപ്പോർട്ടർ, ഇടുക്കി.